റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിപ്പിൽ കടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ധനവകുപ്പ്. കോട്ടയ്ക്കൽ നഗരസഭയിലെ 7-ാം വാർഡിലെ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി ശുപാർശ ചെയ്തു. പെൻഷൻ അനുവദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണമുണ്ടാകും. BMW കാർഡ് ഉടമകൾ വരെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതായാണ് കണ്ടെത്തൽ. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് TV പ്രസാദ്. അർഹതയില്ലാത്തവർ പലരും പട്ടികയിലുണ്ട്. പക്ഷേ അവരുടെ പൊതുജന സമക്ഷമുള്ള ആസ്തികളടക്കം ഒറ്റനോട്ടത്തിൽ ബോധ്യമായിട്ടും അതിന്മേലൊരു പരിശോധനയോ പട്ടികയിൽ നിന്ന് ഒഴിവാക്കലോ ഉണ്ടാകാതെ ഇത്രയും കാലം തുടർന്നതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി പ്രതീക്ഷിക്കാമോ? ഗുഡ് ഈവനിംഗ് സുജയ. നടപടി പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ്. കാരണം ഒരു നഗരസഭയിലെ ടെസ്റ്റ് ഡോസ് ആയിട്ടാണ് എടുത്തത്. അതിൽ തന്നെ ഒരൊറ്റ വാർഡ് എടുത്തപ്പോൾ 42 പേരിൽ 38 പേരും അനർഹരാണെന്ന് കണ്ടെത്തുകയാണ് പരിശോധിച്ചതിൽ. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്താകെ പരിശോധന നടത്തിയാൽ ഏകദേശം എത്ര പേരുണ്ടാകുമെന്ന് ഊഹിക്കാവുന്നതിലും എത്രയോ അപ്പുറമായിരിക്കും എന്ന കാര്യം വ്യക്തമാണ്. അതായത് 1458 സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കെ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നു എന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് എല്ലാ മേഖലകളിലേക്കും സർക്കാർ കടക്കാൻ തീരുമാനിക്കുന്നത്. എന്തായാലും ഒരുപാട് അനർഹരെ ഇങ്ങനെ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ 1458 സർക്കാർ ഉദ്യോഗസ്ഥരെ കണ്ടെത്തിയെങ്കിലും സുജയ, അവരുടെ പേര് ഇതുവരെയും സർക്കാർ പ്രസിദ്ധീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ സത്യസന്ധരായി ജോലി ചെയ്യുന്ന അഴിമതിക്കാരില്ലാത്ത ഉദ്യോഗസ്ഥരെല്ലാം വലിയ വേവലാതിയിലുമാണ്. ഈ 1458 പേരുടെ പേര് പുറത്തുവിടണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ സർക്കാർ ആ ഒരു രീതിയിലേക്ക് കടക്കുന്നുമില്ല. ഏതായാലും അവരുടെ പെൻഷൻ റദ്ദാക്കും, ഒപ്പം പലിശയടക്കം തിരിച്ചുപിടിക്കും, വകുപ്പ് തല നടപടിയും ഉണ്ടാകും എന്നുള്ള വിവരം അല്ലാതെ അവിടുന്ന് അങ്ങോട്ടേക്ക് എന്താണ് പുരോഗതി എന്ന് ഒരു വിവരവുമില്ല. അതിനിടയിലാണ് ആ സർക്കാർ ഉദ്യോഗസ്ഥരല്ലാത്ത അനർഹരെ കണ്ടെത്താനുള്ള വലിയ നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിന്റെ ഭാഗമായാണ് കോട്ടയ്ക്കൽ നഗരസഭയിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ഇതിൽ ആദ്യഘട്ടത്തിൽ കുടുങ്ങുക സർക്കാർ ഉദ്യോഗസ്ഥരാണെന്ന കാര്യം ഉറപ്പാണ്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥർ ആണ് ചെയ്യുന്നതെങ്കിൽ പോലും പലപ്പോഴും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും പറയുന്നതിനനുസരിച്ചിട്ടായിരിക്കും അവർ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവുക. എന്തായാലും അവരെ ഇപ്പോൾ തൊടാൻ ഉദ്ദേശമില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം ഇതെല്ലാം ചെയ്തവർ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അതിൽ ഈ പെൻഷൻ അനുവദിക്കാൻ വേണ്ടി സഹായിച്ചവർ, ഒപ്പം രേഖകൾ പരിശോധിച്ചവർ, വരുമാന സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെല്ലാം വിജിലൻസ് കേസിൽ പ്രതികളാകും. ഇനിയിപ്പോൾ കോട്ടയ്ക്കൽ നഗരസഭ മാത്രമല്ല സുജയ, മറ്റിടങ്ങളിലേക്കും ഈ പരിശോധന നീങ്ങുന്നതോടുകൂടി നിരവധി പേർ സർക്കാരിന്റെ റഡാറിലേക്ക് വരും. പരിശോധന സജീവമായി നടക്കുമെന്നുള്ളതാണ് ഇതിലുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത് സുജയ. ഒരുപക്ഷെ അനർഹമായി പെൻഷൻ വാങ്ങിക്കുന്നുവെന്ന് സ്വയം ബോധ്യമുള്ളവരും ഇപ്പോൾ പിടിയിൽപ്പെടാത്ത അനർഹരായ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരും, സർവീസ് പെൻഷൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവരുമെല്ലാം ഇനി പെൻഷൻ വേണ്ട എന്ന് എഴുതി കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം കർശന നടപടിയിലേക്ക് നീങ്ങുമെന്നായാൽ പേര് പുറത്തു വന്നാൽ നാണക്കേടാവും എന്നുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും സമീപകാലത്ത് കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന വാർത്തകളിൽ ഒന്ന് തന്നെയാണ് പാവങ്ങളായ മനുഷ്യർക്ക് കൊടുക്കേണ്ട ഈ 1600 രൂപ കൈയിട്ട് വാരി എന്നുള്ളത് സുജയ. ഓക്കെ, TV പ്രസാദാണ് നമുക്കൊപ്പം ചേർന്നത്.